ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും NRLOS കുമരത്തിലേക്ക് സ്വാഗതം. നമ്മൾ ചൂണ്ടക്കാർക്ക് വേണ്ടി ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗ് ചെയ്യുവാണ്. നമ്മൾ തന്നെ റെഡിയാക്കി എടുത്ത ഒരു ചെറിയ തീറ്റയുണ്ട്. അപ്പം ഒരുപാട് റിസൾട്ട് കിട്ടുന്ന തീറ്റയാണ്. അത് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. എല്ലാ നല്ല സൗഹൃദങ്ങൾക്കും NRLOS കുമരത്തിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, മൈദാമാവും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ തേങ്ങാപ്പിണ്ണാക്കും ചേർത്തുകൊണ്ടാണ് ഈ ഒരു തീറ്റ ഉണ്ടാക്കുന്നത്. അതാദ്യം നിങ്ങൾ തീറ്റ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് പോവാം. അതിനുശേഷം കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു തീറ്റ ഉണ്ടാക്കിയിട്ട് നമ്മൾ ചൂണ്ടയിട്ടിരുന്നു. അപ്പം ചൂണ്ടയിടുന്നൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല. അതിനുശേഷം എന്തൊക്കെ മീനുകളെ കിട്ടിയിരുന്നു ഈ ഒരു വീഡിയോയുടെ അവസാനം കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ തീറ്റ ഉണ്ടാക്കുന്ന വീഡിയോ കണ്ടിട്ട് പോവാം. ആദ്യം നമുക്ക് ഇച്ചിരി മൈദാമാവ് ഇട്ട് കൊടുക്കാം. നമ്മൾ തീറ്റ കുഴക്കി എടുക്കുന്ന പ്ലേറ്റാണ് കേട്ടോ, ചെറിയ പാത്രമാണ്. ഇച്ചിരി മൈദാമാവ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിനെ കുറച്ച് മതി. ഇനി ഇതിനകത്തോട്ട് അല്പം മഞ്ഞൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ തേങ്ങാപ്പിണ്ണാക്ക് ചേർക്കുവാണ്. നിങ്ങൾക്ക് ഓക്കയൊക്കെ പശുവിനൊക്കെ തീറ്റ കൊടുക്കാം, കഞ്ഞിവെള്ളത്തിലൊക്കെ ഇട്ട് കൊടുക്കുന്ന ആ ഓക്കയാണ് ചേർക്കാം. നമ്മൾ തേങ്ങാപ്പിണ്ണാക്കാണ് എടുത്തേക്കുന്നത്. തേങ്ങാപ്പിണ്ണാക്കിന് നമുക്ക് കുറച്ച് മണമുണ്ട്. നമ്മൾ ചെമ്മീനും അതുപോലെ തന്നെ കൊഞ്ചുമൊക്കെ പിടിക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് തേങ്ങാപ്പിണ്ണാക്കും അതുപോലുള്ള ഓക്കെ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. ഇതാണ് സ്പെഷ്യൽ ഐറ്റം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. ആദ്യത്തെ കാര്യമാണ് ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ ഏറെക്കുറെ നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് വെള്ളമൂടെ ചേർക്കണം. വെള്ളം കൂടിപ്പോകരുത്. നന്നായിട്ട് നമ്മളെന്നിട്ട് മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ തീറ്റ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കണം. ഇതിനകത്ത് പിണ്ണാക്ക് ചേർക്കുന്നത് നമ്മൾ ചെമ്മീനൊക്കെയാണ് കൂടുതലായിട്ടും തേങ്ങാപ്പിണ്ണാക്ക് ചേർക്കുന്നത്. അപ്പം അതിന് നല്ലൊരു മണമുണ്ട്. ഇത് വറുത്തെടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ല മണമാണ്. അപ്പോൾ അതാണ് ഇതിനകത്ത് സ്പെഷ്യലായിട്ടുള്ളൊരു ഐറ്റം. അപ്പോൾ ഇതിട്ടിട്ട് എന്തായാലും ഈ ഒരു തീറ്റയിട്ട് നമ്മളൊരു ഫിഷിങ് ചെയ്യുന്നതായിരിക്കും അടുത്ത വ്ളോഗിൽ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂണ്ടയിട്ടപ്പോൾ കിട്ടിയ മീനുകൾ എന്തായാലും ഈ ഒരു വ്ളോഗിൽ കാണിക്കും. ഈ തീറ്റ ഇട്ടിട്ട് നമ്മളൊരു ചെറിയൊരു പരീക്ഷണം പോലെ ഒരു ദിവസം നോക്കിയായിരുന്നു. അതിൽ ഒരുപാട് മീനുകൾ കിട്ടിയതുകൊണ്ടാണ് നിങ്ങളെ ഈ ഒരു തീറ്റ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ അടുത്ത ദിവസം ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഞങ്ങൾ മീൻ പിടിക്കുകയാണ് ഗൈസ്. ഞങ്ങൾക്കൊരു മഞ്ഞക്കുരിനെ കിട്ടില്ല. മഞ്ഞക്കുരി ഞങ്ങൾ ഒരു പുല്ലനും കൂടിയുണ്ട്. പുല്ലനെ കാണിച്ചേട്ടാ. ഹായ് ഫ്രണ്ട്സ്, ചൂണ്ടക്കാർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് നമ്മൾ തയ്യാറാക്കിയ ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഈ ഒരു തീറ്റ ഇട്ടുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങൾ കാണിച്ചു തരും എന്തൊക്കെ മീനുകൾ കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ മീനുകൾ കിട്ടുമോ എന്നൊക്കെ ഉള്ളത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇതിലും കിടിലൻ പവർ വീഡിയോസുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഇറ്റ്സ് മീ നിതിൻ ദാസ്, NRLOS കുമരം. Bye.